നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 6ന്റെ റിവ്യൂ ആണ്. ബിഗ് ബോസിന്റെ മറ്റ് സീസണുകളിലുമൊക്കെ പൊതുവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് മത്സരാർത്ഥികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശമാണ് എന്നുള്ളത്. ആ കാര്യത്തിൽ ഈ സീസണിലുള്ള മത്സരാർത്ഥികളും വ്യത്യസ്തരല്ല. ഇവർ തമ്മിൽ തർക്കിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അത് ഒരാളെന്നുള്ളതല്ല, ഈ തർക്കിക്കുന്ന എല്ലാ ആൾക്കാരും ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ദേഷ്യം വരുമ്പോൾ അല്ലയോ മഹാനുഭാവ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണമെന്നല്ല പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ കുറച്ചും കൂടെ നിലവാരം ഉയർത്തി സംസാരിക്കണമെന്നുള്ളത് തന്നെയാണ്. എപ്പിസോഡിലേക്ക് വന്നാൽ ആദ്യം തന്നെ രേണു സുധി കരയാണ്. അപ്പോൾ മക്കളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് റീസൺ. അത് കഴിഞ്ഞിട്ട് റെനയും ഒണിയിലും തമ്മിലുള്ള വഴക്കാണ് കാണിക്കുന്നത്. റെന രാവിലെ മുതൽ ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അടുക്കളേൻ്റെ അവിടെ പോയി നിന്ന് ചൊറിഞ്ഞ് ഓരോ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ ഇടപെട്ടൊരു പ്രശ്നം ഉണ്ടാക്കി അവസാനം ഉച്ചയായപ്പോഴത്തേക്കിനും അത് പൊട്ടി. റെന ഈ ഒണീലിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ രഞ്ജിത്തിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ ഇവർ തിരിച്ചും കൊടുക്കുന്നുണ്ട്. ഇവർ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്കാണ്. റെന അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഇരട്ടി തിരിച്ച് കിട്ടുമായിരിക്കും, അതിൻ്റെ ഇരട്ടി തിരിച്ച് അങ്ങോട്ടും കൊടുക്കുമായിരിക്കും. അപ്പോൾ തിരിച്ച് കിട്ടുമ്പോഴത്തേക്കിനും ഇരുന്ന് കരഞ്ഞ് അവിടെ ഒരു കാർഡ് ഇറക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ച് മേടിക്കാനുള്ള ഗട്ട്സും റെന കാണിക്കണം. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഈ നോമിനേഷൻ്റെ സാഹചര്യം വന്ന സമയത്ത് റെന രഞ്ജിത്തിനെയും അതേപോലെ ഒണീലിനെയും നോമിനേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് ശക്തമായിട്ട് തന്നെയാണ് റെന അവർക്കെതിരെയുള്ള റീസൺസ് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് പോലെ ഇവർക്ക് രണ്ടുപേർക്കും റെനേൻ്റെ അടുത്ത് ഉണ്ടും താനും. അതുകൊണ്ട് തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനോട് കാണിക്കുന്ന തരത്തിലുള്ളൊരു അടുപ്പം ഇവർ രണ്ടുപേരും, ഈ ഒണീലായിക്കോട്ടെ രഞ്ജിത്ത് ആയിക്കോട്ടെ, റെനേൻ്റെ അടുത്ത് കാണിക്കത്തുമില്ല. മാത്രമല്ല റെനേനെ ഇവർ പ്രൊവോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റെനേൻ്റെ ഏജ് വെച്ചിട്ട് തന്നെയാണ്. പാൽപ്പൊടിയാണ്, സെർലാക്കാണ്, പക്വതയില്ല, ചെറിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പം ഈ റെനയും രഞ്ജിത്തും അതുപോലെ തന്നെ റെനയും ഒണീലും തമ്മിൽ ഒരു ശീതയുദ്ധം പോലെ തുടക്കം തൊട്ടേ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇന്നത്തെ കാര്യം എടുത്താൽ രാവിലെ മുതൽ റെന മനഃപൂർവ്വം തന്നെ കിച്ചണിൻ്റെ അവിടെ പോയി നിന്ന് ഇവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇടപെട്ട് അതിൽ ഉപ്പിട്, പിന്നെ സവാള ഇട് എന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ ഇടപെട്ട് ഒണീലിനെ രാവിലെ മുതൽ ഇറിറ്റേറ്റ് ചെയ്ത് അവസാനം പ്രൊവോക്ഡ് ആക്കി കഴിഞ്ഞപ്പോൾ റെന കരഞ്ഞുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നു. ഇന്നത്തെ ഇഷ്യൂവിൽ റെന വല്ലാതെ ഓവറായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും പ്രൊവോക്ക് ചെയ്യുന്നതും ഒക്കെ ഈ ഗെയിമിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് ഒരു പരിധി കടക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോറടിക്കും. ഇപ്പം ഈ അനീഷിൻ്റെ കാര്യത്തിൽ അനീഷ് ഇതേപോലെ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. അനീഷിന് എന്തായാലും ഈ വീക്കെൻഡിൽ കോളാണ്, അത് വേറെ കാര്യം. അതേപോലെ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഈ ലൈവിൽ കാണിക്കുന്ന ഒരു സീൻ എപ്പിസോഡിൽ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ മീനിങ് തന്നെ മാറിപ്പോകുന്നുണ്ട്. ഉദാഹരണത്തിന് നെവിനും RJ ബിൻസിയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനാണ്. അത് ലൈവിൽ കാണിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ഫണ്ണി ആയിട്ട്, നെവിൻ വളരെ കോമഡി ആയിട്ടാണ് ഈ ബിൻസിൻ്റെ അടുത്ത് സംസാരിക്കുന്നത്, ഏതാണ്ട് ബിൻസിനെ പ്രപ്പോസ് ചെയ്യുന്ന തരത്തിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനു വരുന്നുണ്ട്. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഒക്കെ നിന്നിട്ട് വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു സംസാരമായിരുന്നു. പക്ഷെ അത് എപ്പിസോഡിൽ എഡിറ്റ് ചെയ്ത് വന്ന സമയത്ത് നെവിൻ വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ്, RJ ബിൻസിൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്നതൊക്കെ സൂം ചെയ്ത് കാണിച്ച് നെവിൻ പറയുന്നതായിട്ട് കാണിക്കുന്നത്, എൻ്റെ സൗന്ദര്യത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഈ മുടിയാണ്, ഞാൻ വേണമെങ്കിൽ ഈ മുടി വെട്ടാം, ബിൻസിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം എന്നുള്ളതാണ്. അത് കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നത് പോലെയാണ് തോന്നുക എപ്പിസോഡ് കാണുമ്പോൾ. ലൈവ് കാണാതെ ഈ എപ്പിസോഡ് മാത്രം കാണുന്നവരിൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ലൈവിൽ വളരെ ഫണ്ണി ആയിട്ട് കോമഡിയൊക്കെ പറഞ്ഞ് കൗണ്ടറൊക്കെ അടിച്ച് നടന്നിരുന്ന നെവിനെ എപ്പിസോഡിൽ കണ്ടിരുന്ന സമയത്ത് എനിക്ക് വേറൊരു നെവിനായിട്ട് തോന്നി. ഈ വിഷയത്തിൽ നിന്ന് തന്നെ മറന്നു. എപ്പിസോഡിലേക്ക് വന്നാൽ നമ്മുടെ പണിപ്പുര ടാസ്ക് വരെയാണ്. അപ്പോൾ വീക്കിലി ടാസ്കിൽ ജയിച്ചിട്ടുള്ളത് അക്ബറാണ്. അപ്പോൾ അക്ബറിന് മാത്രമാണ് പണിപ്പുരയിൽ കയറാൻ പറ്റുക. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിപ്പിച്ചിരുത്തുകയാണ്. എന്നിട്ട് ഇവരോട് പറയുന്നു, നിങ്ങൾക്ക് ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ട വസ്ത്രങ്ങൾ, ആഹാരം, ഇതൊന്നും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല അല്ലേ, പ്രത്യേകിച്ച് ഭക്ഷണം പോലും മര്യാദയ്ക്ക് കിട്ടുന്നില്ല അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും കഷ്ടപ്പെടുന്നുണ്ടല്ലേ. എന്നിട്ട് അക്ബറിനോട് പറയുന്നു, അക്ബറിലാണ് ഇനിയിപ്പോൾ ഈ വീട്ടുകാരുടെ മുഴുവനും പ്രതീക്ഷയുള്ളത്, അക്ബർ എന്തൊക്കെയാണ് ഇനി പണിപ്പുരയിൽ നിന്ന് പോയി എടുക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, ഞാൻ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല, പകരം എല്ലാവർക്കും കൂടിയുള്ള ആഹാരം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ പാടും പട്ടാങ്ങും എല്ലാം കേട്ടതിന് ശേഷം ഈ ബിഗ് ബോസ് പറയുകയാണ്,
നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇന്നിപ്പോൾ അവിടെ അക്ബറിന് കഴിക്കാനുള്ള സാധനങ്ങളും അക്ബറിൻ്റെ വസ്ത്രങ്ങളും മാത്രമേ ഉള്ളൂ എന്ന്. സത്യം പറഞ്ഞാൽ അതുങ്ങൾക്ക് ഒന്നും കഴിക്കാനില്ല കേട്ടോ. ഗോതമ്പ് പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും എനിക്ക് തോന്നുന്നു രാവിലെ അതും കഴിഞ്ഞു. ഈ റേസിംഗ് സ്റ്റാർ ബാൻഡ് കയ്യിലില്ലാത്ത എല്ലാവർക്കും ഈക്വലായിട്ട് തന്നെയാണ് 2 ജോഡി ഡ്രസ്സും ചപ്പലും ഭക്ഷണമൊക്കെ ഉള്ളത്. അതിൽ ചിലർ ഇപ്പോൾ ബിന്നി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ജിസേൽ ആയിക്കോട്ടെ, ഈ മേക്കപ്പ് സാധനമൊക്കെ തിരിച്ചു വെക്കാൻ പറഞ്ഞിരുന്നല്ലോ, അവരുടെ കയ്യിൽ ഇപ്പോഴും അതുണ്ട്, അവർ തിരിച്ചു വെച്ചിട്ടേ ഇല്ല. ഇന്നലെ ബിന്നീൻ്റെ അടുത്തും ഈ ജിസേലിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞിരുന്നതാണ് കയ്യിലുള്ള മുഴുവൻ സാധനങ്ങളും നിങ്ങൾ തിരിച്ചു വെക്കണം എന്നുള്ളത്. പക്ഷെ അതൊന്നും വെച്ചിട്ട് തന്നെയില്ല, ഇപ്പോഴും അവരുടെ കയ്യിലൊക്കെ തന്നെയുണ്ട്. ബാക്കിയുള്ള കുറേ ആൾക്കാർ ഇതൊന്നും എടുക്കാതെ ഇതൊന്നും ഉപയോഗിക്കാതെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉപയോഗിക്കാൻ നടക്കുന്ന ഒരു പൊട്ടന്മാരാ. ഏതായാലും അങ്ങനെ അക്ബർ പണിപ്പുരയിലേക്ക് പോവാണ്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളാണ് അക്ബർ എടുക്കുന്നത്. പൊറോട്ടയും മട്ടനും ചിക്കൻ ബിരിയാണിയും ബർഗർ വെജും നോണും അതുപോലെ തന്നെ ചിക്കൻ നൂഡിൽസും ഒക്കെയാണ് അക്ബർ എടുത്തിട്ടുള്ളത്. ആകെയുള്ളത് 500 പോയിൻ്റാണ്. 20 സെക്കൻഡ് ഉള്ളിൽ എടുക്കണം. 20 സെക്കൻഡ് ഉള്ളിലൊക്കെ പുള്ളി പോയിട്ട് എടുത്തിട്ട് വന്നു. പക്ഷേ 690 പോയിൻറ്റ്സായി മൊത്തം എടുത്ത സമയത്ത്. ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷാണ് ഈ എടുത്തു വന്നിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ പോയിൻറ്റ്സ് ടോട്ടൽ കൂട്ടി നോക്കുന്നത്. അപ്പോൾ 690 ഉണ്ട്. സ്വാഭാവികമായിട്ട് നിയമമുണ്ട്, തന്നിരിക്കുന്ന പോയിൻറ്റ്സിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വയ്ക്കണം എന്നുള്ളത്. അപ്പം ഈ ഫുഡൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ 18 പേരുടെ മുന്നിൽ നിന്നിട്ട് അനീഷ് പറയുകയാണ് 690 പോയിൻറ്റ്സ് ഉണ്ട് ബിഗ് ബോസ്. അപ്പം ബാക്കിയുള്ള കൂടുതലുള്ള പോയിൻറ്റ്സിനുള്ള ഫുഡ് എന്തായാലും ബിഗ് ബോസ് തരത്തില്ലല്ലോ, അത് തിരിച്ചെടുക്കുമല്ലോ എന്നുള്ളത്. അത് നോർമലായിട്ടുള്ള കാര്യമാണ്, അതാണ് നിയമം, തിരിച്ചെടുക്കും. പക്ഷെ അത് അനീഷ് പറഞ്ഞപ്പോഴത്തേക്കിനും ബാക്കി എല്ലാവരും കൂടെ അനീഷിനെ അറ്റാക്ക് ചെയ്യാനും, മനസാക്ഷിയില്ലാത്തവനെ, മനസാക്ഷിയില്ലടാ നിനക്ക് നീ മനുഷ്യനാണോ, നിന്നെപ്പോലെ നിലവാരമില്ലാത്തൊരുത്തൻ്റെ കൂട്ടത്തിൽ ഇവിടെ കഴിയേണ്ടി വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു ആ സമയത്ത് അവിടെ. ഇവരാണെങ്കിൽ കയ്യിലിരുന്ന പാക്കറ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരാൾക്കുള്ള ഫുഡാണ് വരുന്നത്. അത് ഈ 19 പേരും ഷെയർ ചെയ്യണം. അപ്പോൾ അതിനിടയ്ക്ക് ഈ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സ് ബിഗ് ബോസ് തിരിച്ചെടുക്കുമല്ലോ എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് അങ്ങോട്ട് പറയുന്ന സമയത്ത് അതിൽ ദേഷ്യപ്പെടാനുള്ള കാരണങ്ങളുണ്ട്. ദേഷ്യപ്പെട്ടത് ഓവറായി പോയി, അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അനീഷിനെ വിളിച്ചു എന്നൊക്കെ ഉള്ളത് വേറെ ഭാഗം. പക്ഷേ അനീഷിനെ സംബന്ധിച്ചിടത്ത് എന്താണ്, നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കണമല്ലോ, അതാണല്ലോ മെയിൻ. ഏതായാലും ഈ 190 പോയിൻറ്റ്സിനുള്ള ഫുഡ് ഐറ്റംസ് തിരിച്ചു വയ്ക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു. അതിനുശേഷമാണ് അനുവും ആര്യനുമായിട്ടുള്ളൊരു വഴക്ക് നടക്കുന്നത്. അനുവിൻ്റെ അടുത്ത് ആര്യൻ മോശമായിട്ട് ബിഹേവ് ചെയ്തു, എന്തോ ഒരു മോശം ആംഗ്യം അനുവിനെ കാണിച്ചു എന്നുള്ളതാണ് അനുവിൻ്റെ പരാതി. അപ്പം അത് ഇന്നലെ കാണിച്ചതാണ്, ഇന്നാണ് അനു അതിന് റിയാക്ട് ചെയ്യുന്നത്. ഇന്നും ആര്യൻ എന്തോ അനുവിന് ഇഷ്ടപ്പെടാത്തത് ചെയ്തപ്പോഴാണ് അനു അത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അക്ബർ വന്നിട്ട് പറയുന്നു മിഡിൽ ഫിംഗർ അല്ലല്ലോ കാണിച്ചത്, അപ്പോൾ അതിന് വേറെ മീനിങ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അനുവിൻ്റെ അടുത്ത് തട്ടിക്കയറുന്നു. അഭിലാഷ് ഇതിനിടയ്ക്ക് വന്നിട്ട് പറയുന്നു ഇന്നലെ കാണിച്ചതിന് ഇന്നലെ തന്നെ റിയാക്ട് ചെയ്യണമായിരുന്നു, ഇന്നല്ല അത് വന്ന് പറയേണ്ടത് എന്ന് പറയുന്നു. ഏതായാലും അനു നന്നായിട്ട് കരയുന്നുണ്ട്. ഈ ആര്യനെ പറ്റി പറയാനാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള അതേ കംപ്ലൈൻറ്റ് സരികയും ആര്യനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്യൻ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്, ഡബിൾ മീനിങ്ങിലാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല ആര്യൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. ആര്യൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരും. പിന്നെ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന തരത്തിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഒട്ടും ആര്യൻ സമ്മതിച്ചു കൊടുക്കത്തേ ഇല്ല. അത് മുമ്പോട്ട് പോകുന്തോറും കൂടുതൽ ബുദ്ധിമുട്ടാവുകയുള്ളൂ. കാരണം ഇപ്പോൾ ഒരു പരിധിവരെ ആരും ആര്യൻ്റെ അടുത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നില്ല. പക്ഷേ ഇത് ടൈറ്റ് ആവും തോറും എല്ലാവരും ഒരു അറ്റാക്കിംഗ് മോഡിലേക്കൊക്കെ വരും. ആ സമയത്ത് ആര്യൻ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇതേ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷനായിരുന്നു. അതിൽ ഷാനവാസിനെയും ബിന്നിനെയും അഭിലാഷിനെയാണ് വീട്ടുകാരൊക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഇവരുടെ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള നോമിനേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ശരത്തും അനീഷും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ വഴക്കിനിടയ്ക്ക് ഇപ്പോൾ അനീഷ് പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ ശരത്തിൻ്റെ സൈഡിൽ നിന്ന് വരുന്നൊരു റിയാക്ഷൻ ഉണ്ടല്ലോ, അനീഷിനെ പറയാവുന്നതിൻ്റെ മാക്സിമം പറയും. അതായത് ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ കഴിവില്ലാത്തവനെ, നിനക്ക് ആർട്ടിസ്റ്റുകളെ പുച്ഛാണോ, നിനക്ക് എന്ത് കഴിവുണ്ട്, നാണം കെട്ടവനെ, ഇറങ്ങിപ്പോടാ, ഇങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ്. അപ്പോൾ അനീഷ് 1 മിനിറ്റ് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരത്ത് 10 മിനിറ്റ് റിയാക്ട് ചെയ്യും. അപ്പോൾ ഈ ഓവർ റിയാക്ഷൻ കാണുന്ന സമയത്തും ശരത്തിൻ്റെ ഈ റിയാക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജൊക്കെ കാണുമ്പോൾ ശരത്തിനോടാണ് ദേഷ്യം തോന്നുക. ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് തോന്നും.
ആട്ടുകയും അതുപോലെ ഒരു കഴിവുമില്ലാത്തവനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളൊരു സംസാരമൊക്കെ ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് ശരത്ത് സംസാരിക്കുക. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജയിൽ നോമിനേഷനാണ്. അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള അനീഷിന് ഒരാളെ ഡയറക്റ്റായിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ അനീഷ് ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു. ബാക്കി ഭൂരിപക്ഷം ആൾക്കാരും തിരഞ്ഞെടുത്തത് അനുവിനെയാണ്. അങ്ങനെ അനുവും ശരത്തുമാണ് സീസൺ 7 ആദ്യമായിട്ട് ജയിലിലേക്ക് പോകുന്നവർ. അപ്പോൾ ഈ ജയിൽ നോമിനേഷൻ്റെ ഇടയ്ക്ക് നെവിൻ നോമിനേറ്റ് ചെയ്യുന്നത് ബിൻസിനെയാണ്. അപ്പോൾ റീസൺ പറഞ്ഞത് ബിൻസി ഈ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ടാസ്കിൽ പങ്കെടുത്തിട്ട് അവിടെ കിടന്നുറങ്ങി എന്നുള്ളതാണ് റീസണായിട്ട് പറയുന്നത്. അപ്പോൾ ബിൻസി അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് RJ ബിൻസി നെവിനെ പറയുന്നത് നാണം കെട്ടവനെ, പേക്കോലം കെട്ടി നടക്കുന്നു, കോലം കെട്ടി നടക്കുന്നു, ബഫൂണാവുന്നു, കോമാളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനെ പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം ബിൻസി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നെവിൻ തിരിച്ച് എടി നീയാണ് കോലം കെട്ടി നടക്കുന്നത്, അപ്പോൾ എടി എന്ന് വിളിക്കുന്നതിൽ നീ വീട്ടിൽ പോയി വിളിക്കടാ, നിൻ്റെ അമ്മേനെ പോയി വിളിക്കടാ, പെങ്ങളെ പോയി വിളിക്കടാ എന്നുള്ളത് ബിൻസി പറയുന്നുണ്ട്. അപ്പോൾ ബിൻസിയുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടാണ് ബിൻസി ഇന്ന് നെവിനുമായിട്ടുള്ള തർക്കത്തിൽ സംസാരിച്ചിട്ടുള്ളത്. വഴക്കിട്ട് നെവിൻ്റെ സൗണ്ടൊക്കെ പോയി കേട്ടോ. നെവിൻ ശരിക്കും ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ തരുന്നുണ്ട്. നമുക്ക് ഫണ്ണാണ് കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നല്ല കൗണ്ടറൊക്കെ ചില സമയത്തൊക്കെ പറയുന്നത് കേൾക്കാം. ഇന്ന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം പുള്ളി നേരെ താഴത്തേക്ക് പോയി. പിന്നീട് നടന്നിട്ടുള്ളത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് പാവക്കൂത്ത്. ഗാർഡൻ ഏരിയയിൽ കറങ്ങുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഈ മത്സരിക്കുന്ന ഓരോരുത്തരുടെയും 3 പേരുടെയും, അതായത് ഷാനവാസ്, ബിന്നി, അഭിലാഷ്, ഈ 3 പേരുടെയും ഫോട്ടോയുള്ള പാവകളെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഇവരുടെ കണ്ണ് മൂടിക്കെട്ടും. എന്നിട്ട് ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരാൾ കറക്കണം. ആ കറക്കുന്നതനുസരിച്ചിട്ട് കയ്യിൽ ഇവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ വടി ഉണ്ടാവും. ആ വടി ഉപയോഗിച്ച് പാവകളെ തല്ലുക. അതിൽ ആരുടെ മുഖമുള്ള പാവയാണ് ആദ്യം താഴെ വീഴുന്നത് അവരാണ് ക്യാപ്റ്റൻ. അങ്ങനെ ഷാനവാസിൻ്റെ പാവയാണ് ആദ്യം താഴെ വീഴുന്നത്. അങ്ങനെ ഷാനവാസാണ് അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ. അതിനുശേഷം ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ശരത്തിനെയും അനുമോളെയും ജയിലിലേക്ക് കയറ്റുകയാണ്. അതിനു മുമ്പ് ജയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് അനീഷാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും ജയിലിലിടുന്നു. ജയിലിലുള്ളവർക്ക് ഇന്ന് കുശാലാണ് കേട്ടോ. അവർക്ക് കഞ്ഞിയും ചമ്മന്തി അച്ചാറൊക്കെ കിട്ടുന്നുണ്ട്. വീടിനുള്ളിലുള്ളവർക്ക് ഒന്നുമില്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർക്കിപ്പോൾ കഞ്ഞിയോ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. ഇവർ ഈ ജയിലിലിരിക്കുന്ന ആൾക്കാർക്ക് കഞ്ഞി കൊണ്ട് കൊടുത്തതിന് ശേഷം ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തോ അനീഷ് അനുമോളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. നിന്നെ പോലത്തെ നിലപാടില്ലാത്ത സ്ത്രീകളെ ഞാൻ എൻ്റെ പരിസരത്ത് പോലും അടുപ്പിക്കത്തില്ല, എൻ്റെ അയൽവക്കത്ത് പോലും അടുപ്പിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിലപാടില്ലാത്ത സ്ത്രീകളെ എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അനീഷ് എന്താണ് അനുവിനെ പറഞ്ഞതെന്നുള്ളത് കാണിച്ചിട്ടില്ല. പകരം അനു കരയുന്നതും ഈ ശരത്ത് അനീഷിനെതിരെ നിന്നിട്ട് സംസാരിക്കുന്നതും ബാക്കിയുള്ള എല്ലാവരും പതിവ് പോലെ തന്നെ അനീഷിനെതിരെ സംസാരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം എന്താണ് ശരിക്കും അനീഷ് അനുവിനെ വിളിച്ചതെന്നുള്ളത് എപ്പിസോഡിലില്ല. അപ്പം ഞാൻ ലൈവിൽ പോയിട്ട് നോക്കിയപ്പോൾ അനീഷ് പറഞ്ഞത് ഇതാണ്: നിന്നെ പോലത്തെ നിലപാടില്ലാത്ത സ്ത്രീകളെ ഞാൻ എൻ്റെ ലൈഫിൽ അടുപ്പിക്കത്തില്ല. ഒരു കാരണം അനു കുറേ നേരമായിട്ട് അനീഷിൻ്റെ പുറകെ ഇങ്ങനെ ഞാൻ സിംഗിളാണ് കേട്ടോ, എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. പിന്നെ ജയിലിലേക്ക് പോകുന്ന വഴിക്കും അനീഷിൻ്റെ അടുത്ത് ആ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. അങ്ങനെ ഈ നിലപാടില്ലാത്ത സ്ത്രീകളെ അടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം അനു കേരളത്തിലെ മൊത്തം സ്ത്രീകളെയും പിന്നെ അവൻ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് അനീഷിനെതിരെ പറയുന്നുണ്ട്. അവൾ കല്യാണം കഴിക്കാത്തൊരു കുട്ടിയല്ലേ, നിനക്ക് നാണമില്ലേ ഇങ്ങനെ പറയാനായിട്ട്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൾക്കൊരു ജീവിതം ഇല്ലേ എന്നൊക്കെ ശരത്ത് ഏതൊക്കെയോ ഒക്കെ വഴി പിന്നെ ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം ഇവർക്ക് ജയിലിലേക്കുള്ള ടാസ്ക്കാണ് വരുന്നത്, ചപ്പാത്തി പരത്തുക. അതായത് ബിഗ് ബോസിനൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പല ഷേപ്പിലുള്ള ചപ്പാത്തി വേണം: ചതുരത്തിൽ, ത്രികോണത്തിൽ, വൃത്തത്തിൽ. സ്ക്വയറിലുള്ളത് 13, ട്രയാങ്കിളിലുള്ളത് 12, റൗണ്ടിലുള്ളത് 25 ചപ്പാത്തിയും ഷേപ്പിൽ മാറ്റമൊന്നും വരാതെ കറക്റ്റായിട്ട് പരത്തി കൊടുക്കുക. ഈ ഷേപ്പിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് തിരിച്ചയക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ അവർ ഉണ്ടാക്കി, എനിക്കൊരു വെളുപ്പിനെ 1:30 മറ്റാണ് അവർ അതുണ്ടാക്കി തീരുന്നത്. അത് അനീഷിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു വിടുന്നു, സ്റ്റോർ റൂമിൽ കൊണ്ട് വയ്ക്കുന്നു. അതിനുശേഷം ഈ അനുവും ശരത്തും കൂടെ ബാത്റൂമിലേക്ക് പോകാനായിട്ട് ചെല്ലുന്നു. ഇപ്പോഴത്തെ ജയിലിൽ ബാത്റൂം ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ തവണ ഇവർക്ക് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ അനീഷ് തുറന്നു കൊടുക്കണം. അപ്പോൾ അനീഷ് ഇവർക്ക് ജയിൽ തുറന്നു കൊടുത്തു. ഇവർ ബാത്റൂമിൽ പോയിട്ട് എന്ത് ചെയ്തു,
2 ഡോറുണ്ട്. ഉള്ളിൽ കൂടെയും ബാത്റൂമിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കടന്നിട്ട് അടുക്കളേൻ്റെ അവിടെ ഒളിച്ചിരിക്കുന്നു. അപ്പോൾ അനീഷ് കുറേ നേരം ഇവരെയും തിരഞ്ഞ് അകത്തൊക്കെ കയറി കിടന്ന് പിന്നെ കണ്ടുപിടിച്ചു അടുക്കളയിലിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ജയിലിൽ കൊടുത്തിരിക്കുന്ന ടാസ്കിൻ്റെ 2ാമത്തെ ഘട്ടം വരുന്നത്. ട്രയാങ്കിളിലുള്ള 13 ചപ്പാത്തിയും സ്ക്വയറിലുള്ള 12 ചപ്പാത്തിയും സർക്കിളിലുള്ള 25 ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, നീ പോടാ അവിടുന്ന്, ഇപ്പോഴൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, നീ പോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് അനീഷിനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട്, നീ കിടന്നുറങ്ങാൻ നോക്ക്, നാളെ രാവിലെ വല്ലതും ചെയ്യാമെന്നൊക്കെ. അപ്പോൾ ഇത്രയാണ് എപ്പിസോഡിലുണ്ടായിരുന്നത്.